പ്രിയരെ നമസ്കാരം. ഞാനിപ്പോൾ വിയ്യപുരം വലിയ പാലത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എന്ത് രസം നിൽക്കുക. കുട്ടനാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഒരു ബബിൻ എന്ന് പറയുന്നൊരു കലാകാരൻ സ്വന്തമായിട്ട് പാട്ടുകൾ എഴുതി റാപ്പ് മ്യൂസിക് സ്റ്റൈലിൽ പാടുന്ന ഒരു കലാകാരനുണ്ടെന്ന് പറഞ്ഞു. അതെൻ്റെ പ്രിയ സുഹൃത്ത് സാബു ആണ് പറഞ്ഞത്, മണപ്ര. ഓക്കെ ഓക്കെ. അപ്പോൾ സാബു മണപ്ര എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഈ പണി സൈറ്റിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് രസമാണ് അല്ലേ? മൂന്നാ എന്ത് ഭംഗിയാണ് നോക്കിയല്ലേ. അത് കുട്ടനാടിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് നോക്കിയേ. അത് കുട്ടനാട് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതെല്ലാം മോളി കയറാണല്ലോ. ആ സാബു പണി കയറിയോ ആണല്ലേ? അവര് നിർത്തിയില്ലല്ലോ. പ്രിയരെ, ഇതാണ് സാബു മണപ്ര, സാബു ചമ്പക്കുളം. ഞാനിങ്ങനെ മണപ്ര എന്ന് പറഞ്ഞപ്പം സാബുവിന് എന്റെ സുഹൃത്താണ്, സഹോദരനാണ്. അതിനെക്കുറിച്ച് സാബു വലിയൊരു കലാകാരനാണ്. സാബുവിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പുറകെ വരുന്നതാണ്. അപ്പോൾ സാബുവിന്റെ മനസ്സിന് ആദ്യം നന്ദി പറയണം. കാരണം സാബു ആണ് ഈ കലാകാരന്റെ കാര്യം എന്നോട് പറഞ്ഞത്. ഇവിടെ ഉണ്ട്, പണി സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ടോ? ഓക്കെ ശരി. അപ്പോൾ ഈ വണ്ടി കയറുമോ? അപ്പോൾ ആ വണ്ടി ഒന്ന് കയറിക്കോട്ടല്ലേ. ബാ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നും പോവാം. നമ്മൾ സൈഡിലൊതുങ്ങിയാൽ പോവാ. വണ്ടി ഭംഗി. ആ വാ. കാരണം മറ്റേ ടയർ പൊങ്ങുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ. ഇത് നമ്മുടെ അജി അറിയോ? എന്റെ സുഹൃത്താ. എങ്ങനെ പണിയുണ്ടോ? ആണല്ലേ? ഞാൻ പറഞ്ഞ കൂടെ. ഇത് ആരാ? സാബു ആരാ? മറ്റേ ബബിൻ എന്ന് പറയുന്നത്. ആണോ ബബിൻ? ആ ബാ. ഏത് കയറി പോകണുണ്ടോ നോക്കി? ഭാവിയിലേക്കുള്ള സാബു. ഇത് ബബിനല്ലേ? ബാബി. എവിടെ വീട്? എന്റെ വീട് പുറക്കാട്, അമ്പലപ്പുറക്കാണ്. എന്റെ അടുത്താണ്. എന്നിട്ടാണ് സാബു. ഞാൻ വേറൊരാൾ പറഞ്ഞറിയാം, എന്റെ കൂട്ടുകാരൻ പറഞ്ഞറിയേണ്ടി വന്നു. കുഴപ്പമില്ല. എങ്ങനെ പാട്ടുകൾ സ്വന്തമായിട്ടാണ് എഴുതുന്നത്? അതെ, സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് റാപ്പ് മോഡലിൽ പാടും. ഇതിലായിട്ടൊന്നും റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇതിന് പുറകെ തുടങ്ങിയിട്ടൊരു 6-7 മാസം ആകുന്നതേ ഉള്ളൂ. ആണല്ലേ? അപ്പം അതിന്റേതായ പോരായ്മകൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ എഴുതാനുള്ള കഴിവില്ലേ? പാടാനുള്ള കഴിവില്ല. അതല്ലേ ഏറ്റവും. അതിന്റെ പേരെന്തുവാ? എങ്ങനെ പണിയൊക്കെ ഉണ്ട്? ആണോ? ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ബബിന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാ. അപ്പൊ നമുക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അപ്പനുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, ഒരു കുഞ്ഞു മോളുണ്ട്. ആണല്ലേ? ഇപ്പൊ മോനെ ഉള്ളു കല്യാണം കഴിക്കാൻ? അതെ, പ്രായമായിട്ടില്ല. എത്ര വയസ്സുണ്ട്? 21 വയസ്സായത്. അത് കുഴപ്പമില്ല, കല്യാണം പ്രായം. ഇപ്പൊ ഈ പാട്ടൊക്കെ കേട്ട് ചിലപ്പോ ആരാധകർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നീ പിടിച്ചാൽ കിട്ടില്ലെങ്കിൽ നമ്മൾ ലൈഫ് സെറ്റ് ആക്കണം. ഓക്കെ, കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. മോന് നല്ലൊരു ഭാവി ഉണ്ടാവും. അപ്പൊ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ബബി സ്വന്തമായിട്ട് എഴുതി റാപ്പ് മ്യൂസിക് സ്റ്റൈലിൽ ഒരു പാട്ട് പാടുകയാണ്. പ്രിയ പ്രേക്ഷകർ സ്വീകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. Yo, I'm just a farmer. I started from nothing. I don't stop anything. Be focused on proving, not proving. I can't lose. I'm choosing what poison you lose. Some my voice evolution with stories. Maybe juries, Morris, fury, glories. I'm chorus. Bucket for floys, liquor from babies. Affect the body. We resist the soul miss. യോ, നീ ചെയ്യും പാപം, നീ തീരാത്ത ദാഹം, തിമാറാത്ത രക്തത്തിൻ മോഹം, മായാവും ലോകം, മാഞ്ഞു പോവും ഗോളം, ഭാവിയാകും ബോധം, യോഗം, ത്യാഗം, ദൈവമെന്ന ഭാവം, ചെയ്തതെല്ലാം പാപം, തീരുവില്ല മോഹം, മണ്ണല്ലോ മോഹം, മണ്ണിന്റെ മക്കൾക്ക് മണ്ണിന്നു കാലൻ, മണ്ണെന്നും കാവൽ. ഭരണകൂടമെന്നതാരു ഭരണരതിയിൽ തിരുത്ത താഴ്, മരണമെന്നതിന്ന് വാക്ക് കൊന്നു തിന്നവന്റെ തോക്ക്, മണ്ണിൽ ഇന്ന് ചോര വാർത്ത് കണ്ണു വെച്ച മോദിമാര് അന്ന് വന്ന് തന്ന വാക്ക് കണ്ടു നിന്ന് നിന്റെ പോക്ക് നോക്ക്, നീ തന്നതല്ലേ ഓർക്ക്, മണ്ണിടിഞ്ഞു വീണ മണ്ണിൽ ഊർന്നു പോയ വാക്ക് ഓർക്ക് ഓർക്ക്, നീ ചെയ്തതെല്ലാം ഓർക്ക്, മണ്ണ് തിന്നും പിഞ്ചു കുഞ്ഞിന് അന്നം എന്റെ വാക്ക്, നീതി പോലെ കാക്ക് മൂടി വെച്ചതാർക്ക്, അന്തമില്ല ജീവിതത്തിൽ അന്തരായി നോക്ക്, ഒറ്റ നീതി മന്ദിരത്തിൽ ഒറ്റയായതാർക്ക്, മുറ്റമുള്ള തെരുവിൽ നിന്നൊരറ്റമില്ലതോർക്ക്, ചുറ്റുമുള്ളതാവശ്യം മുടുങ്ങുകില്ലനാവശ്യം, തിരിച്ചു വന്നതാവശ്യം തിരിച്ചു തുപ്പും ആവശ്യം. എന്റെ നന്മ ഇന്നു താരകത്തിൽ എന്റെ നന്മ, തുല്യരാരുമില്ല ഭൂമി അമ്മ, മാഞ്ഞു പോയതെന്റെ നന്മ, ചെയ്തു പോയ തിന്മ, പെയ്തു പോയ മണ്ണിൽ നിന്നും തിന്മ, പെയ്തു പോയ മണ്ണിൽ കൊണ്ട വേരിൽ എന്റെ നന്മ, ജന്മം വന്നു ഇന്നും ഒന്ന് വാനവില്ല് മൂളിലങ്ങി എന്നും എന്റെ വാക്കിലൊന്നും വന്ന് കാലം മാറ്റി വന്ന്.
വന്ന് കാലം മാറ്റുമെന്ന്. നിന്റെ ആയുസോ നിന്റെ ആയുധം, ചിന്ത മാറണം വെന്ത ഭൂപടം, ചിത കാരണം ഉള്ളിലായിരം നൊന്ത നോവുകൾ, ഇരുണ്ട മേഘമോ തിളങ്ങും താരമോ, പകൽ വെളിച്ചമോ, ഭൂമി എന്നാൽ നാം ആവുമെന്ന സത്യമോർക്കണം. സൂചി കൊണ്ടാൽ അതന്ത്രമില്ല, പട്ടമായിടും അതർക്യ കാലം. മനുഷ്യനില്ല കാലം, മദസ്സമായ ഭൂമി നിലച്ചു പോകും കാലം. പ്രാണനില്ലാതെ വികസനത്തിൽ എന്തു നേട്ടമോ, ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ നിന്ന് മോഷണം. ദേശമെന്ന പേര് മണ്ണിത്തൊട്ട പുണ്യമാകുമോ, പശീലെന്ന നോവിൽ വിത്തെറിഞ്ഞവൻ വിരുദ്ധനോ. അഭയനെന്നും അപ്പനല്ലേ, ഭാവിമെന്ന് ശിലയിലല്ലേ, കല്ലു കണ്ടാൽ ധന്യമല്ലേ, മണ്ണറിഞ്ഞാൽ അന്യനല്ലേ. നീതി കൂട്ടം ജാതിയില്ലേ, നീതി കിട്ട മൃത്യുവല്ലേ, ജീവിതത്തിനർത്ഥമില്ലേ, ജീവിതത്തിനർത്ഥമില്ലേ. ഉയർത്തുന്ന മരമല്ലേ, മയങ്ങല്ലേ, മനയില്ലേ, മനമിന്ന് മറഞ്ഞില്ലേ, കുരുതിയിൽ കരമല്ലേ, പകുതിയിൽ തിരയുന്ന കനവുകൾ അറിഞ്ഞില്ലേ, നിറങ്ങളിൽ ഒഴുകുന്ന മിഴിയിലോ കറുപ്പല്ലേ, അവരജർ അറിയുവാൻ എഴുതിയ കുറുപ്പല്ലേ, അവരറിയും വരെയും വരികൾ കനലല്ലേ, കനലല്ലേ. പടരുമ്പോ പകരുന്ന നഗരത്തിൽ മരമില്ലേ, ഉയിർ തന്ന മരമല്ലേ മുറിക്കല്ലേ, ഉടൽ തന്ന മനമല്ലേ മറക്കല്ലേ. അവർ നിന്നെ പറഞ്ഞ ഞാനായി കരുത്തു തന്ന വീര, എരിക്കുമല്ലോ തീയായി മറച്ചു വെച്ച വാക്കിൽ ഒതുക്കുമല്ലോ നീരായി, പിടിച്ചു വെച്ച മണ്ണിൽ മരിച്ചവന്റെ ദുഃഖം, പഠിച്ചതെല്ലാം മിച്ചം, വിയർപ്പ് തന്ന തുച്ഛം, കുരുന്നു കണ്ണിൽ അച്ഛൻ പറഞ്ഞു തന്ന സത്യം, ഉരുവെടുക്കും മർത്യം നിനക്ക് മുന്നിൽ അസ്ത്രം, വലിച്ചു വിട്ടാൽ ഭസ്മം, ഇരുൾ മറഞ്ഞൊരസ്ത്രം, എതിർക്കുമന്നു ഭസ്മം, അനുഭവിച്ചതിന്നും മറക്കുകയില്ല സത്യം. അത്രയുള്ളൂ. കിട്ടിക്ക് കേട്ടോ. താങ്ക് യു. കേട്ടോ, ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഭംഗിവാക്കല്ലേ നമ്മളിപ്പം, ഞാൻ ആരെയും കുറ്റപ്പെടില്ല. ഇപ്പം നമ്മളൊരു ഗാനമേള ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പല്ലവി അനുപല്ലവി ചരണം 4 4 8 4 12 വരി ഇന്നും നൊട്ടേഷൻ സ്റ്റാൻഡിൽ നോക്കി പാടുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള പല കലാകാരന്മാരും, അല്ലേ? അപ്പൊ ഇത്രയും വരികൾ സ്വന്തമായിട്ട് എഴുതിയാണോ? സ്വന്തമായിട്ട് എഴുതി വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും വരികൾ കാണാതെ പാടണമെങ്കിൽ, അല്ലേ? എഴുതുക എന്ന് പറയുന്നതിന് അത് കഴിവ്, അതിലുപരി പാടുക, പാടുക, അത് അതിനേക്കാൾ കഴിവ്. പിന്നെ ശ്രുതിയായിട്ട് തന്നെ പാടി, മിക്കവാറും നാളെ ഭാവിയിൽ റാപ്പർ ആകട്ടെ, അല്ലെ, റാപ്പ് ഗായകനാകട്ടെ. ഇതെന്ത് എനിക്ക് എഴുതാനുള്ളൊരു പ്രചോദനം എന്താണ്? പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്താണ് പറയാ, നമ്മള് ഈ റാപ്പ് എന്ന് പറയുന്ന സംഭവം കേരളത്തില് ഒന്ന് കത്തി അല്ലെങ്കിൽ പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ US, UK അല്ലെ അമേരിക്കയിലായാലും അവിടെയുള്ള സ്ഥലത്തൊക്കെ റാപ്പ് ഭയങ്കര ഒരുപാട് ഫേമസ് ആണ്, ഭയങ്കര കാര്യങ്ങളാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ടും മലയാളത്തിലായാലും ഇപ്പൊ തമിഴിലായാലും ഇഷ്ടം പോലെ പുതിയ പുതിയ റാപ്പേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിലായാലും ഇപ്പൊ വേടനെ പോലെ ആയാലും ഫെജോ, തിരുമലി, അങ്ങനെയുള്ള കുറെ റാപ്പേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും പൊതുവെ ക്ലാസിക്കൽ സോങ്സ് ഒക്കെ കേട്ട് കേട്ട് റാപ്പിനോടൊരു ഇതായി വരുന്നതേ ഉള്ളൂ. അതിനി കുറച്ച് നാൾക്ക് ശേഷം അല്ലെങ്കിൽ 1 വർഷം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ 2 വർഷം എടുക്കുമായിരിക്കും, ചിലപ്പോ 10 വർഷം എടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഇനി വരും തലമുറ അത് അംഗീകരിക്കും. അപ്പം പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഒരിക്കലും ഞാനായിട്ട് പറയേണ്ട കാര്യം, അല്ലെങ്കിൽ എല്ലാരും ചിന്തിക്കേണ്ട കാര്യങ്ങളുമാണ്. നമ്മളെല്ലാരും മനുഷ്യരാണ്, നമ്മളെല്ലാരും പറയേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പം എന്റെ വാക്കിലൂടെ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അത് ഇനി മനസ്സിലാകാത്തവർക്കും മനസ്സിലാക്കാത്തവർക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ട് എഴുതിയത്. അപ്പൊ ഇത് സമൂഹത്തിലെ, അല്ലെ, പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൊ ഇനി ഒരുപാട് പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ. ഇനി ഞാൻ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് വന്ന് കാണാൻ വേണ്ടി ആരുടെങ്കിലും മാനേജറുടെ ഒക്കെ അനുവാദം മേടിച്ച് ഒരു ഫേമസ് റാപ്പ് ഗായകനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പ്രേക്ഷകരും ബബിന്റെ ഈ പാട്ട് കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം തന്നെ നാളത്തെ ഒരു ഭാവിയിൽ റാപ്പ് ഗായകനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം.